പക്ഷികളുടെ ലോകത്തെ തുറന്നു കാട്ടി ചിറകടികൾ 2.0 പ്രദർശനം ആർട്ട് ഗ്യാലറിയിൽ ആരംഭിച്ചു. കോഴിക്കോട്ടെ ബേഡേഴ്സ് എന്ന കൂട്ടായ്മയിലെ അംഗങ്ങളായ ഫോട്ടോഗ്രാഫർമാരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. അപൂർവയിനം പക്ഷികളുടെ ചിത്രങ്ങളും കാണാം. അപൂർവമായി കാണാൻ കഴിയുന്ന ബാണാസുര ചിലുചിലപ്പന്റെയും രാജസ്ഥാനിലെ മീൻകൂമന്റെയും സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പലിന്റെയും അടക്കം കാട്ടിലെയും നാട്ടിലെയും പക്ഷികളുടെ മിഴിവേറിയ 49 ഫോട്ടോകളും ഒരു പെയിന്റിങ്ങുമാണ് പ്രദർശനത്തിലുള്ളത്. ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. രാവിലെ 11 മണി മുതൽ 7 മണി വരെയാണ് പ്രദർശനം. ചിത്രപ്രദർശനം ജനുവരി 28-ന് സമാപിക്കും. ഇത് ഇവിടെ നമ്മൾ എല്ലാം പക്ഷികൾ മാത്രമാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് കുറേ റെയറായിട്ടുള്ള പക്ഷികൾ ഉണ്ട്. അപ്പം ഓരോന്നിനെയും സംരക്ഷിക്കപ്പെടേണ്ടതിൻ്റെ ആവശ്യകതയെ പറ്റിയിട്ട് ആൾക്കാർക്ക് അത് മനസ്സിലാവും. തന്നെയല്ല, അത് മാത്രമല്ല, ഒരുപാട് പല കൺസെപ്റ്റ്സും ഉണ്ട്. 2019 കോഴിക്കോട് ബീച്ചിൽ വിരുന്നെത്തിയ വലിയ രാജഹംസം എന്ന ദേശാടന പക്ഷിയെ ആളുകൾ കല്ലെറിഞ്ഞ് കൊന്നതിൽ വേദനിച്ചാണ് പക്ഷിസ്നേഹികൾ കോഴിക്കോട്ട് ബേഡേഴ്സ് എന്ന സംഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. സംഘടനയുടെ ഭാഗമായ 3 സ്ത്രീകളടക്കമുള്ള 14 ഫോട്ടോഗ്രാഫർമാരുടെ പരിശ്രമത്തിന്റെ ഫലമാണ് ചിറകടികൾ എന്ന കൂട്ടായ്മ. അപ്പോൾ ബീച്ചിൽ പിന്നെ എല്ലാവർക്കും അറിയില്ലല്ലോ അങ്ങനെ ഒരു പക്ഷിയുടെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുട്ടികൾക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള എല്ലാവർക്കും അതിനെപ്പറ്റി ഒരു അവയർനെസ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ കുട്ടികൾ അതിനെ കല്ലെറിഞ്ഞിട്ട് ആ പക്ഷി മരിച്ചുപോയി. അപ്പം നമ്മൾ എന്താ പറയുക, അതിൻ്റെ ഒരു സങ്കടം പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ട് കോഴിക്കോടുള്ള പക്ഷി സ്നേഹികളെല്ലാവരും കൂടി കോഴിക്കോട് ബീച്ചിലൊന്ന് ഒത്തുകൂടെ ഉണ്ടായി. കൂട്ടായ്മയുടെ ആദ്യ പ്രദർശനം 2020 ജനുവരിയിലാണ് നടത്തിയത്. കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിലാണ് ചിത്രപ്രദർശനം നടന്നത്. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. മതേതര ഇന്ത്യയുടെ ബഹുഭാഷാ സങ്കല്പങ്ങളിൽ ബഹുസ്വരത നിലനിർത്താൻ സഹായിക്കുന്ന